ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ CMM ഹസൻ, വേദിയിലുള്ള UDFന്റെ സമുന്നതരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സംസ്ഥാന UDF നേതൃത്വം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രതിഷേധ സംഗമം ഇത് കേരളത്തിലെ സർക്കാർ നടത്തുന്ന ചില ദുഷ്പ്രവർത്തികൾക്കെതിരായ ജനാധിപത്യ കേരളത്തിന്റെ താക്കീതും ഇനി വരാനിരിക്കുന്ന സമര പരമ്പരകളുടെ തുടക്കവുമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷം ഇത്രമാത്രം വിഷമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേർന്ന് ഈ സമരം തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ഈ സമരത്തിന് ഒരു 20 ദിവസക്കാലം മുൻപ് ഞങ്ങൾ തീരുമാനിച്ച വിഷയം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പുതിയ വിഷയമുണ്ടാവുക. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 4.5 കൊല്ലമായി അത് പൂഴ്ത്തിവെച്ച് അതിലെ കുറ്റവാളികളെ രക്ഷിക്കാൻ ഗവൺമെന്റ് നടത്തിയ ശ്രമമാണ്. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ LDF കൺവീനറിനെ തന്നെ പുറത്താക്കി BJP ബന്ധം ആക്ഷേപിച്ചുകൊണ്ട് LDF കൺവീനറെ തന്നെ പുറത്താക്കിയ വിവാദം, അതിന്റെ ബഹളം അടങ്ങുന്നതിന് മുൻപ് ഇതാ ഭരണകക്ഷി MLA തന്നെ സർക്കാരിനെതിരായി, ആഭ്യന്തര വകുപ്പിനെതിരായി അതിശക്തമായ ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പം തുടരെയുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിലെല്ലാം ശക്തമായ സമരം നടക്കുകയാണ്. അപ്പൊ ഏത് വിഷയമാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത് എന്ന് വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷവും ഇതുപോലെ വിഷമിച്ചിട്ടുണ്ടാവില്ല. അത്രമാത്രം വിവാദങ്ങളുടെ കുത്തൊഴുക്കാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ശ്രീ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി വിജയിച്ചിവിടെയിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി CPM തന്നെ ഒരു കാഫിർ വിവാദമുണ്ടാക്കി. അതായത് UDF LDFന്റെ സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നാണ്. യൂത്ത് ലീഗിന്റെ നേതാവായ മുഹമ്മദ് കാസിം, അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇതിട്ടത്. ആ ചെറുപ്പക്കാരൻ ധൈര്യത്തോടുകൂടി അയാളുടെ ഫോണുമായി പോലീസിൽ ചെന്ന് ഈ ഫോൺ പരിശോധിക്ക്, ഞാനാണ് കുറ്റം ചെയ്തതെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പോലീസ് ഫോൺ പരിശോധിച്ചപ്പോൾ അയാളല്ല അത് ചെയ്തത്. ഞാൻ കാസിമിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അത്ര ധീരതയോടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ ഈ വിഷയത്തെ നേരിട്ടത്. അവിടെ UDFന് നേതൃത്വം കൊടുത്ത എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ ശ്രീ പാറക്കൽ അബ്ദുള്ള, അദ്ദേഹം ഇതൊരു വാശിയോടുകൂടി എടുത്ത് അതിന്റെ മുൻനിരയിൽ നിന്നു. അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോയി, ഹൈക്കോടതിയിൽ പോയി. അവസാനം ഹൈക്കോടതി ഈ കേസിൽ ഇടപെട്ടപ്പോഴാണ് ഇത് CPMന്റെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വടകരയിൽ മതപരമായ ഭിന്നിപ്പ്, വർഗീയമായ വിഭജനമുണ്ടാക്കുന്നതിന് വേണ്ടി നേതാക്കളടക്കം ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണ് ഈ കാഫിർ വിവാദം എന്നിപ്പോ വ്യക്തമായി. പക്ഷെ പോലീസ് അന്വേഷിച്ച് അവിടെ നിൽക്കുകയാണ്. പോലീസ് പറയാണ്, അവസാനം പറഞ്ഞവനെ പിടിച്ചവനോട് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല ഇത് അവൻ ഉണ്ടാക്കിയതാണ് അല്ലേ എന്ന്. കേരളത്തിലെ പോലീസ് പറയാണ് അവൻ പറയുന്നില്ലെന്ന്. ഇത് എവിടെന്നാ കിട്ടിയത്, എവിടെന്നാ ഉണ്ടാക്കിയതെന്ന് പറയുന്നില്ല. അപ്പൊ അവിടെ പോലീസിന്റെ അന്വേഷണം നിലയ്ക്കുകയാണ്.
നിയമപരമായി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. BJP അല്ല ഇത് ചെയ്തത്, CPM, കേരളം ഭരിക്കുന്ന പാർട്ടി. ഒരു തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി, മതപരമായ വിദ്വേഷമുണ്ടാക്കി, ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് അവിടെ നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഹീനമായ ശ്രമം. രാജ്യത്ത് വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്ന സംഘപരിവാർ വരെ CPMന്റെ മുന്നിൽ നാണിച്ച് തലതാഴ്ത്തി നിന്നു. BJPയെ, സംഘപരിവാറിനെ വെല്ലുന്ന മതവിദ്വേഷമുണ്ടാക്കാനാണ് കേരളത്തിലെ CPM ശ്രമിച്ചത് എന്ന് വ്യക്തമായി. ഈ കാഫിർ വിവാദം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ അവരുടെ ഏറ്റവും വലിയ കറുത്ത ഏടായി മാറുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത, ഹീനമായ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കളുടെ പാർട്ടിയായി കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുന്നു, ജീർണത ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ കാര്യമാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. വലിയ വിവാദമുണ്ടാക്കിയ റിപ്പോർട്ടാണ്. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഈ റിപ്പോർട്ട് ഈ ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് 4.5 വർഷക്കാലം. ഞങ്ങളുടെ ചോദ്യം, കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ചോദ്യം, ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ തയ്യാറാക്കിയത്? ഇരകളായ സ്ത്രീകൾ കൊടുത്ത മൊഴികളും തെളിവുകളും, അതാണ് ഈ റിപ്പോർട്ടിന്റെ പിൻബലം. ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരകളായി മാറിയ സ്ത്രീകൾ, അവർ കൊടുത്ത മൊഴികൾ, അതിന്റെ പെൻഡ്രൈവ്, അവർ കൊടുത്ത വാട്സാപ്പ് മെസ്സേജുകൾ, അവര് കമ്മിറ്റിക്ക് മുൻപാകെ കൊടുത്ത മൊഴികൾ, ആ മൊഴികളിലൂടെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പൊ വളരെ ക്ലിയർ ആണ്. എന്താണ്? ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഇൻഫർമേഷനാണ് ഈ റിപ്പോർട്ട്. കുറ്റകൃത്യങ്ങളുടെ പരമ്പര, സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു പരമ്പര, ഒന്നല്ലല്ലോ, ഒരുപാട് കേസുകൾ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഇൻഫർമേഷനാണ്. അപ്പൊ ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്നു, മുഖ്യമന്ത്രി വായിക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ വായിക്കുന്നു, സാംസ്കാരിക മന്ത്രിമാർ 2 പേര് വായിക്കുന്നു. എന്നിട്ട് ഒരു നടപടിയെടുക്കുന്നില്ല. ഇവിടെ അഭിഭാഷകരായ നിരവധി വ്യക്തികൾ ഇരിക്കുന്നുണ്ട്. ഒരു ഒഫൻസ് നടന്നു, ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? അത് അറിയിക്കണം പോലീസിന്. സാധാരണ പൗരനാണെങ്കിൽ, പോലീസിലോ ഗവൺമെന്റിലാണെങ്കിലോ അന്വേഷിക്കാൻ ഉത്തരവിടണം, അന്വേഷണം നടത്തണം, FIR ഇടണം, കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം. ഇത് ചെയ്തോ ഈ കേസിൽ? പോക്സോ ആക്ടിൽ കുറ്റകൃത്യം വരെ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. പോക്സോ ആക്ടിന്റെ 21-ാം വകുപ്പ് എന്താ പറയുന്നത്? ഇത്തരമൊരു കുറ്റകൃത്യം നടന്നു എന്നത് ഒളിച്ചു വെച്ചാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. 6 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കാം ആരെ ഈ കുറ്റകൃത്യം ഒളിപ്പിച്ചു വെച്ചവരെ. നമ്മുടെ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്ന BNSS അല്ലെ, രാജംബാബു സാർ ഇരിക്കുക, അതിലെ 176 എന്താ പറയുന്നത്? ഇത്തരം ഇൻഫർമേഷൻ കിട്ടിയാൽ, ക്രൈം നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കണം, അന്വേഷണം നടത്തണം, വേണ്ട രീതികൾ സ്വീകരിക്കണം. ഇനി ഭാരതീയ ന്യായ സംഹിതയുണ്ട്, പുതിയ നിയമം. അതിന്റെ 199C വകുപ്പ് അത് പറയുന്നത് എന്താ? സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ സെക്ഷൻ മുഴുവൻ അതിൽ പറയാൻ. എന്നിട്ട് ആ സെക്ഷൻ അനുസരിച്ചുള്ള സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്നാൽ അപ്പോൾ തന്നെ അത് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം. ചെയ്തില്ലെങ്കിൽ 6 മാസം, ചെയ്യാത്തവർ 6 മാസം തടവ് ശിക്ഷ അർഹരാണ്, കുറ്റമാണ്. അത് തന്നെ ഒരു ഒഫൻസാണ്. അപ്പോ ഈ പോക്സോ ആക്ടിന്റെ 21-ഉം BNSന്റെ 199CU അനുസരിച്ച് ഈ മുഖ്യമന്ത്രിയും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും 2 സാംസ്കാരിക മന്ത്രിമാരും കുറ്റകൃത്യമാണ് ചെയ്തത്.
സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് അറിഞ്ഞിട്ട് അത് ആരും കാണാതെ 4.5 കൊല്ലക്കാലം ഒളിച്ചു വെച്ചു. ഇനി അത് പുറത്തു വന്നപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ചില പേജുകൾ സെൻസർ ചെയ്യണമെന്ന്. ഇവരെന്ത് ചെയ്തു? വിവരാവകാശ കമ്മീഷൻ പറയാത്ത 4 പേജ് കൂടി ഇവര് മാറ്റിക്കളഞ്ഞു. 49 മുതൽ 53 പേജ് വരെ പേജ് നമ്പർ മാറ്റിക്കളഞ്ഞു. അതായത് 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകൾ 11 ഖണ്ഡികകൾ മാറ്റി. കാരണം എന്താ? വിവരാവകാശ കമ്മീഷൻ പറയാതിരുന്നിട്ടും അത് മാറ്റിവെച്ചത് ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ 11 ഖണ്ഡികയിലുണ്ട്. ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ 11 ഖണ്ഡികയിൽ കൃത്രിമം കാണിച്ചു പുറത്തിറക്കിയപ്പോ ഗവൺമെന്റ്. നിങ്ങൾ ആലോചിച്ചത് കേരളത്തിലാണ് നടക്കുന്നത്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്ന കേസിൽ ജഡ്ജി, ഹൈക്കോടതി ജഡ്ജിയായിരുന്നവർ കൊടുത്ത റിപ്പോർട്ടിലാണ് ഈ കൃത്രിമം ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത്. ഇത് വന്നതോടുകൂടി പിന്നെ ആരോപണ പരമ്പരകളുണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? നമ്മളാണ് ആദ്യം ആവശ്യപ്പെട്ടത് വനിതാ IPS ഓഫീസർമാരെ വെച്ചുകൊണ്ടുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം, ഇത് മുഴുവൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം സഹിക്കവയ്യാതെ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ടീം ഉണ്ടാക്കി. പക്ഷെ അതിന്റെ കൂടെ 2 മെയിൽ ഉദ്യോഗസ്ഥന്മാരെ കൂടി ചേർത്തു ഇവരെ നിയന്ത്രിക്കാൻ, സീനിയർ വനിതാ IPS ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ. അവര് വഴിതെറ്റി പോരുതല്ലോ, അന്വേഷണം ഇവരുടെ വഴി കൂടി കൊണ്ടുപോകണമല്ലോ. ഇവരുടെ വഴി, സർക്കാർ ആഗ്രഹിക്കുന്ന വഴി കൂടി കൊണ്ടുപോകണം. അതിന് 2 മെയിൽ ഓഫീസേഴ്സിനെ വെച്ചു കൊടുത്തു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു പത്രക്കുറിപ്പിറക്കി. എന്താ? അതിൽ ഹേമ കമ്മിറ്റി എന്നൊരു മിണ്ടാട്ടയില്ല. ഇപ്പോ വരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രസ്താവനകളും അഭിമുഖങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പൊ ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങളാ, മിണ്ടാട്ടമില്ല, അതിനെക്കുറിച്ച് അന്വേഷണമില്ല, ഒരു അന്വേഷണം അതിനെക്കുറിച്ചില്ല. എന്താണ് കാണിക്കുന്നത് ഗവൺമെന്റ്? ആരെ രക്ഷപ്പെടുത്താനാണ്? എന്നിട്ടൊരു പച്ചക്കള്ളം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു. ജസ്റ്റിസ് ഹേമ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഒന്നീ റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. അവര് കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു കത്ത് എഴുതി. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ അത് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ് ആണ്, പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അവരൊരു കത്ത് എഴുതി പറഞ്ഞു ഇത് പുറത്ത് കാണിക്കരുത്. മുഖ്യമന്ത്രി പറഞ്ഞതാ. പക്ഷെ മുഖ്യമന്ത്രി വിചാരിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മണിക്കൂറുകൾക്കകം ജസ്റ്റിസ് ഹേമ എഴുതിയ ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തു വരുമെന്ന്. 3 മണിക്കൂറിനകം ആ കത്ത്, മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളം മനസ്സിലാക്കുന്ന ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തു വന്നു. എന്താ കത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന വാചകം? നിങ്ങൾ സാധാരണഗതിയിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ റൊട്ടീൻ മാനർ എന്ന് പറയും, കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പാലിച്ചിരിക്കുന്ന ചില ഗൈഡ് ലൈൻസ് പാലിക്കണം, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ഒരു തെറ്റുമില്ല അവർ പറഞ്ഞിരിക്കുന്നതിൽ. അപ്പൊ സുപ്രീം കോടതി എന്താ മാർഗനിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്? ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്. അത് എത്ര കാലമായിട്ട് ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരകളാകുന്ന സ്ത്രീകളുടെ ഐഡന്റിറ്റി, അവരാരാണെന്ന് ആർക്കും മനസ്സിലാവരുത്. അതുകൊണ്ട് നമ്മൾ പേര് പറയാറില്ല. പണ്ട് സ്ഥലപ്പേര് പറയും, അവരുടെ നാട് ഇല്ലേ, ഇപ്പൊ അത് പറയാൻ പാടില്ല. അവരുടെ ബന്ധുക്കളുടെ മുഖം കാണിക്കാൻ പാടില്ല, ഇരകളുടെ മുഖം കാണിക്കാൻ പാടില്ല, ഇരകളുടെയോ ബന്ധുക്കളുടെയോ പേരെഴുതാൻ പാടില്ല. എന്താ? അവർക്ക് ഈ സമൂഹത്തിൽ മാനമായി ഇനിയും ജീവിക്കണം. അവര് പൊതുസമൂഹത്തിന്റെ അധിക്ഷേപത്തിന് വിധേയരാകരുത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ പിണറായി വിജയൻ സംരക്ഷിച്ചത് ആരുടെ ഐഡന്റിറ്റിയാ? വേട്ടക്കാരുടെ ഐഡന്റിറ്റിയാണ് സംരക്ഷിച്ചത്, ഇരകളുടെ അല്ല, വേട്ടക്കാരുടെ. അതാണ് ചെയ്തത്. അപ്പൊ അവരെ ചേർത്ത് പിടിക്കുകയാണ്. നിരന്തരമായ ആരോപണം. കൊല്ലം MLA, CPM MLAക്കെതിരായി നിരന്തരമായ ആരോപണം വന്നു. CPMന്റെ ഘടകകക്ഷികൾ പറഞ്ഞു അയാൾക്കെതിരെ നടപടിയെടുക്കണം. LDFലെ ഘടകകക്ഷികൾ ചെയ്തില്ല. CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം
വൃന്ദ കാരാട്ട് പറഞ്ഞു നടപടിയെടുക്കണം, നടപടിയെടുത്തില്ല. CPI-യുടെ ദേശീയ നേതാവ് ആനി രാജ പറഞ്ഞു നടപടിയെടുക്കണം, പ്രതിപക്ഷം പറഞ്ഞു നടപടിയെടുക്കണം, നടപടിയെടുത്തില്ല. കോട പിടിച്ചു കൊടുക്കുകയാണ്, സംരക്ഷണം കൊടുക്കുകയാണ്. നിരന്തരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന വേട്ടക്കാരനെ കൊട പിടിച്ച് ചേർത്ത് പിടിച്ച് നിർത്തുകയാണ് ഈ മുഖ്യമന്ത്രി. പിണറായി സർക്കാർ ഈസ് ഈക്വൽ ടു സ്ത്രീ വിരുദ്ധ സർക്കാർ. പിണറായി സർക്കാർ സമം സ്ത്രീ വിരുദ്ധ സർക്കാർ എന്ന് തെളിയിച്ചു. ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ്, സ്ത്രീകൾക്കെതിരായ സർക്കാരാണ്. സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം അവരെ അപമാനിച്ച വേട്ടക്കാരുടെ കൂടെ നിൽക്കുന്ന ഗവൺമെന്റാണ്. ഇപ്പൊ എന്താ, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ സിനിമാ മേഖല മുഴുവൻ കുഴപ്പമാണെന്ന്? സിനിമാ മേഖലയിൽ ഒരു ന്യൂനപക്ഷമാണ് ഇത് ചെയ്തത്. ഇപ്പൊ എന്താ പറ്റിയത്? സിനിമാ മേഖലയിലെ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് പറയുന്നു. മര്യാദയ്ക്ക് ജീവിക്കുന്ന നിരപരാധികളായ അന്തസ്സുള്ള ഒരുപാട് മനുഷ്യർ ആ സിനിമാ മേഖലയിലുണ്ട്. അവരും ഇപ്പോ കരിനിഴലിലാണ്. അതിന്റെ കാരണം ഈ സർക്കാർ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നിരപരാധികളായ ഈ ആളുകളുടെ മീതെ കരിനിഴൽ വീഴില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് പ്ലീസ് ഉണ്ടായിരുന്നു അത് ആയിക്കോട്ടെ. അത് അറിയില്ലായിരുന്നു. അവർ കൂടി അപമാനിക്കപ്പെടുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ. ഒരുപാട് നല്ല മനുഷ്യർ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ അപമാനിക്കപ്പെടുക. അതിന്റെ കാരണം ഈ സർക്കാരാണ്. നിങ്ങൾ ആരുടെ കൂടെയാണ്? നിങ്ങൾ ആരുടെ കൂടെ? ഈ നാട്ടിൽ എന്തു വൃത്തികേട് കാണിച്ചാലും അതിന്റെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങൾ. ഇപ്പൊ എന്താ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഞങ്ങൾ പണ്ടുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. 2021 പോലെ ഞങ്ങൾ പറയാണ് ഉപജാപക സംഘം. അപ്പൊ എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ആരൊക്കെയാണ് ആ ഉപജാപക സംഘത്തിലെ അംഗങ്ങൾ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അത് സ്വാഭാവികമായി പുറത്തു വരും. ഇപ്പൊ പുറത്തു വന്നില്ലേ? 2 പേരുടെ പേര് പുറത്തു വന്നല്ലോ. ഇനിയും വരും. സാമൂഹ്യ വിരുദ്ധന്മാരുടെ സങ്കേതമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ശ്രീ രമേശ് ചെന്നിത്തല എവിടെ ഇരിക്കുന്നു? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ ഓഫീസിൽ ഇരുന്നു കൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നേതൃത്വം കൊടുത്ത ശിവശങ്കർ ജയിലിലായിരുന്നു, ഇല്ലേ? മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ അന്വേഷണം എത്തി. അപ്പൊ എന്താ ചെയ്തത്? അപ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ എന്തൊരു ബഹളമായിരുന്നു. മലപ്പുറം കത്തി, വാള്, പരിച. എന്നിട്ട് ഒരു ദിവസം അന്വേഷണം അവസാനിപ്പിച്ച് കട്ടയും പടവും മടക്കി കേന്ദ്ര ഏജൻസികൾ പോയി. ഞങ്ങൾ അന്ന് പറഞ്ഞു CPM-ഉം BJP-യും തമ്മിലുള്ള അവിഹിതമായ ബന്ധമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് മുഖ്യമന്ത്രിയെയും കൂട്ടരെയും രക്ഷിച്ചത്. അവിടെ കൊണ്ട് അവസാനിച്ചോ? ഇപ്പോഴെന്താ? CPM MLA, LDF-ന്റെ MLA, ഭരണകക്ഷി MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, അവിടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി അടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സംസ്ഥാനത്ത്, അയാൾ ദാവൂദ് ഇബ്രാഹിമാണ് അയാളുടെ റോൾ മോഡൽ എന്ന് ഇടതുപക്ഷ MLA പറയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ADGP-യുടെ നേതൃത്വത്തിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. പറയുന്നത് ആരാ? പ്രതിപക്ഷമാണോ? ഭരണകക്ഷിയിലെ MLA കൊലപാതകം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല പോലീസിന്റെ വയർലെസ് സംഭാഷണം ചോർത്തിയതിന് കേസെടുക്കപ്പെട്ട ഒരു ഓൺലൈൻ പത്രപ്രവർത്തകൻ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ച് പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഈ ADGP പോലീസിന്റെ വരവ് ചോർത്തിക്കൊടുത്തു അയാൾക്ക്, പ്രതിക്ക്. ഈ സംസ്ഥാനത്തെ പോലീസ് കേസെടുത്ത ആളെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ 2 കോടി രൂപ വാങ്ങിച്ച് ADGP
വിവരം ചോർത്തി കൊടുത്തു. ഗുരുതരമായ ആരോപണമാണ്. മാത്രമല്ല തൃശൂർ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള മിക്ക SP-മാരും ഇയാൾക്ക് വേണ്ടി പണം ശേഖരിക്കുന്ന ആളുകളാണ്. ഇയാളുടെ ഭാര്യ സഹോദരന്മാർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി. എല്ലാ സംഭവങ്ങളുടെയും ഇടനിലക്കാരനായി നിന്ന് കോടികൾ സമ്പാദിക്കുന്നു. അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു നിമിഷം ആ കസേരയിൽ തുടരാൻ നാണമുണ്ടോ? നിങ്ങളുടെ മൂക്കിന് താഴെ, നിങ്ങളുടെ കണ്ണിന് താഴെ നിങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഉപജാപക സംഘമാണെന്നും കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തും കൈക്കൂലിയും കോഴയും ചോർത്തലും ഫോൺ ചോർത്തലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ മന്ത്രിമാർക്കൊന്നും നട്ടലില്ലാതെ പോയല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരുടെ എല്ലാം ഫോൺ ചോർത്തുകയാണ് ADGP. പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഫോൺ പണ്ടും ചോർത്തും, ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ ചോർത്താറുണ്ട്. മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുക. പിണറായി വിജയന്റെ അടുത്ത് ചെന്ന് എന്തിനാണ് ഞങ്ങളുടെ ഫോൺ ചോർത്തുന്നത് എന്ന് ചോദിക്കാൻ തന്റെ ഇടമുള്ളൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇല്ലാതെ പോയി. ഈ ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ചതാര? ഭരണകക്ഷി MLA. ആ ഭരണകക്ഷി MLAയും പത്തനംതിട്ടയിലെ ഒരു SP-യും തമ്മിൽ നടത്തിയ സംഭാഷണം കേട്ടാൽ ഞാൻ പറഞ്ഞു, സാധാരണ നമ്മൾ പറയും തലയിൽ മുണ്ടിട്ട് നടക്കണമെന്ന്. കേരളത്തിലെ പോലീസ് സേനയുടെ മുഴുവൻ തലയിൽ പുതപ്പ് ഇരിക്കണം, പുതപ്പ്. കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ആ പോലീസിനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഏറാൻ മൂളികളുടെ സംഘമാക്കി ഇവര് മാറ്റിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏറാൻ മൂളികളുടെ സംഘം കേരളത്തിലെ പോലീസിനെ അധപ്പതിപ്പിച്ച് കൈക്കൂലിക്കാരാക്കി, കോഴക്കാരാക്കി, എന്തു വൃത്തികേടിനും കൂട്ടുനിൽക്കുന്നവരാക്കി പോലീസ് സേനയുടെ ആത്മവീര്യം തകർത്ത്, അതിന്റെ ഹൈറാർക്കി തകർത്ത്. DGP പറഞ്ഞ ഏതെങ്കിലും SP കേൾക്കോ? SP കേൾക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിളിക്കണം. SP പറഞ്ഞാൽ SHO കേൾക്കില്ല. പോലീസ് സേന, ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിയാണ്. ആ ഹൈറാർക്കി മുഴുവൻ ഈ സർക്കാരിന്റെ കാലത്ത് തകർത്തു. എന്നിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾക്ക്, കൊലപാതകം, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ഗുണ്ടാ സംഘങ്ങൾക്ക് കൊടപിടിച്ചു കൊടുക്കൽ, ലഹരി സംഘങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കൽ, ഈ പണിയാണ് ഇവർ ചെയ്യുന്നത്. പ്രതിപക്ഷം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു, പാർലമെന്റ്. അപ്പൊ പൂരം കലക്കി. ആരാ പൂരം കലക്കിയത്? പോലീസ്. ഞങ്ങൾ പറഞ്ഞില്ലേ, BJP-യെ ജയിപ്പിക്കാൻ അവിടെ ഒരു ഹൈന്ദവ വികാരം, പ്രതിഷേധ വികാരം ഉണ്ടാക്കാൻ CPM BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി നടത്തിയ ഗൂഢാലോചനയാണ് പൂരം കലക്കിയത്. രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ്. ഒരു കമ്മീഷണർ അയാളെ അയച്ചുവിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു വന്ന് 2 മന്ത്രിമാർ ഈ മന്ത്രിസഭയിലെ തൃശ്ശൂരുണ്ട്, മുഖ്യമന്ത്രി കേരളത്തിലുണ്ട്. ഒരു കമ്മീഷണർ അരിഞ്ഞാടി എന്നാണ് പറയുന്നത്. രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 7 മണി വരെ ഒരു കമ്മീഷണർ അരിഞ്ഞാടിയിട്ടും എന്തേ 2 മന്ത്രിമാർ മിണ്ടിയില്ല? ഈ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് സംവിധാനം ഇല്ലേ? ഇദ്ദേഹം അറിഞ്ഞില്ലേ? രാവിലെ 11 മണി മുതൽ പൂരം കലക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ശ്രമം. അറിയാഞ്ഞിട്ടല്ല, രാവിലെ മുതൽ ഇതൊരു പ്ലാനാണ്, ഗൂഢാലോചനയാണ് BJP-യെ ജയിപ്പിക്കാൻ. കാരണം എന്താ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈയിരിക്കുന്നത് CPM നേതാക്കന്മാരുടെ പെടലിക്ക്, കഴുത്തിന്, കരുവന്നൂർ ബാങ്കിൽ അല്ലേ? ഇപ്പൊ ആ പിടി അയച്ചല്ലോ. എന്തിനാ പിടിച്ചത്? CPM-നെ ഭയപ്പെടുത്തി ധാരണയുണ്ടാക്കി പൂരം കലക്കാൻ കൂട്ടുനിന്നും നാണം കണ്ട സർക്കാരാണിത്. BJP-യുമായിട്ടുള്ള ബാന്ധവം, BJP-യുമായി ബാന്ധവം. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്കെതിരെ വിമർശനം വന്നു, വെറുതെ പറയാന്ന്. ഇപ്പൊ ഭരണകക്ഷി MLA പറഞ്ഞു, ഈ ADGP-യുടെ നേതൃത്വത്തിലാണ്, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് തൃശൂർ പൂരം കലക്കിയത്. അപ്പൊ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സങ്കേതമായി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുന്നു. എത്രയോ മഹാരഥന്മാർ ഇരുന്ന കസേരയിലാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഇരിക്കുന്നത്. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ ഇരുന്ന കസേരയിൽ, ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ ക്രിമിനലുകളെ,
ഷേഡി ഏർപ്പാട് നടത്തുന്ന ഈ ക്രിമിനൽ സംഘങ്ങളെ സ്വന്തം ഓഫീസിലിരുത്തി നാട്ടിൽ നടക്കുന്ന മുഴുവൻ വൃത്തികേടുകൾക്കും കൊടപിടിച്ചു കൊടുക്കുന്ന മുഖ്യമന്ത്രിയായി നിങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഇറങ്ങിപ്പോ, കേരളത്തിൽ അപമാനിക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോ. ഇപ്പൊ എന്താ, EP ജയരാജൻ BJP ബാന്ധവമാണ്. ജാവദേക്കറെ കണ്ടു. തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഞങ്ങളാണ് ആരോപണം ഉന്നയിച്ചത്. CPM നേതാക്കളും BJP നേതാക്കളും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട്. ആദ്യം നിഷേധിച്ചു, പിന്നെ സമ്മതിച്ചു. രണ്ടാമത് പറഞ്ഞു പ്രകാശ് ജാവദേക്കർ ജയരാജൻ കണ്ടു. അപ്പൊ ജയരാജൻ അത് സമ്മതിച്ചു ഇലക്ഷന്റെ അന്ന്. അപ്പൊ മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രി ജയരാജനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലായിടത്തും വാർത്ത വന്നു. ഞാൻ 1 മണിക്കൂറിനകം പറഞ്ഞു ജയരാജനെ തള്ളി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി. എന്താ പറഞ്ഞത്? ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ജയരാജന്റെ ബന്ധം അന്ന് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു. അത് ദല്ലാലിനെ ഇഷ്ടമല്ല. ദല്ലാൽ പഴയ VS-ന്റെ ആളാണ്. അത് കാരണം പിണറായി വിജയന് ഇഷ്ടമല്ല ദല്ലാലിനെ. അത് തള്ളിപ്പറഞ്ഞു. നല്ല ആളുകളുമായിട്ട് ബന്ധം വേണമെന്നൊക്കെ പറഞ്ഞു. ജയരാജൻ ഉപദേശിച്ചു. അപ്പം മാധ്യമപ്രവർത്തകർ പ്രകാശ് ജാവദേക്കറെ കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജാവദേക്കറെ കണ്ടാൽ എന്താ കുഴപ്പമെന്നാ മുഖ്യമന്ത്രി ചോദിച്ചത്. ഞാനും 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്, ഇപ്പൊ ജാവദേക്കറെ കണ്ടതിന് ജയരാജനെ പുറത്താക്കി. ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാ. ഞങ്ങളുടെ ചോദ്യം, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്തിനാ ജാവദേക്കറെ 5-6 പ്രാവശ്യം കണ്ടത്? ജാവദേക്കർ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഓക്കെ. ജാവദേക്കർ കേന്ദ്രമന്ത്രി അല്ല. ജാവദേക്കർ കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള എന്താ വാക്ക്, പ്രഭാരി അല്ലേ? പ്രഭാരിയ. കേരളത്തിലെ BJP-യുടെ സംഘടനാ ചുമതലയുള്ള ആ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറിനെ എന്തിനാണ് പിണറായി വിജയൻ 5-6 പ്രാവശ്യം കണ്ടത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ ജയരാജന്റെ പുറകെ, ജയരാജനെ അക്കാര്യത്തിലാ പുറത്താക്കിയതെങ്കിൽ ജയരാജന്റെ പുറകെ ഈ പിണറായി വിജയനെയും കൂടി വിടണ്ടേ പുറത്തോട്ട്? ജാവദേക്കറെ കണ്ടതിന് ജാവദേക്കർ എന്താ, വേറെ വല്ല അവര് തമ്മിൽ വല്ല അതിർത്തി തർക്കം ഉണ്ടായിരുന്നോ? വേറെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ അവര് തമ്മിൽ? കാണാൻ പോയത് 6 പ്രാവശ്യം 5-6 പ്രാവശ്യം കണ്ടെന്നു ജാവദേക്കറെ കേരളത്തിലെ മുഖ്യമന്ത്രി. എന്തിന്, ആർക്കു വേണ്ടി കണ്ടു? അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞോ, കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു എന്ന് അടിവരയിടുകയാണ്. ഒന്ന്, CPM BJP ബാന്ധവമുണ്ട്. BJP-യെ നാണിക്കുന്ന തരത്തിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ, വിഭാഗീയതയുണ്ടാക്കാൻ, സംഘപരിവാറിനെ നാണിക്കുന്ന രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ CPM ശ്രമിച്ചു. ശരിയായില്ലേ? ഇപ്പോ 3, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘമാണ് നിയന്ത്രിക്കുന്നത്. ശരിവച്ചില്ലേ? 4, മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം CPM നേതാക്കൾക്ക് BJP-യുമായി ഒരു അവിഹിതമായ ബാന്ധവമുണ്ട്. എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ? ഞങ്ങൾ നിരന്തരമായി കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലെ പ്രതിപക്ഷം ആവർത്തിച്ചുകൊണ്ടിരുന്ന യാഥാർത്ഥ്യം ശരിയാണ് എന്ന് ഇപ്പോൾ പുരയ്ക്ക് മുകളിൽ കയറി CPM-കാർ തന്നെ വിളിച്ചു പറയുന്ന കാഴ്ചയാണ് കേരളത്തിൽ. അതിദയനീയമായ സ്ഥിതിയാണ് സംസ്ഥാനത്തിൻ്റെത്. ഇത്രയും ക്രിമിനലുകളാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താ? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണം എന്ന് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഞങ്ങൾ പറഞ്ഞു നേരത്തെ, ധർമ്മസങ്കടത്തിലാണ്. ഏതെല്ലാം വിഷയമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്, ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നറിയാതെ പ്രയാസപ്പെടുകയാണ്. എങ്കിലും ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി ജനങ്ങളുടെ മുന്നിൽ ഇവരുടെ തൊലി ഒലിച്ച് കാണിച്ച് ഇവർക്കെതിരായ, ഈ സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭണ പരിപാടികളുടെ തുടക്കമാണ് ഈ പ്രതിഷേധ സംഗമം എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. അല്ല, ഞാൻ
ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി സുരേശൻ, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സായി, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, UDF നേതാക്കളായ ശ്രീ PMA സലാം, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ മുൻസി MLA, മുൻസി ജോസഫ് MLA, RSPയുടെ നേതാവ് കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ മധു, ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാവ് ശ്രീ ഹരി, ബഹുമാന്യരായ MP മാർ ശ്രീ ടി മുഹമ്മദ് ബഷീർ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ ബെന്നി ബഹ്റാൻ, ശ്രീ അടൂർ പ്രകാശ്, ശ്രീ ഷാഫി പറമ്പിൽ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നവാഗതരായ പാർട്ടിയാണ് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ രാജേന്ദ്രൻ, MLA മാരായ ബഹുമാന്യരായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡോക്ടർ MK മുനീർ, ശ്രീ മഞ്ഞളാർ കുഴിയലി, ശ്രീ PK ബഷീർ, ശ്രീ അൻവർ സാദർ, ശ്രീ ഷംസുദ്ദീൻ, KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ശക്തൻ ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷികളുടെയും സംസ്ഥാന നേതാക്കളെ, ശ്രീ M വിൻസെന്റ് തിരുവനന്തപുരത്തുകാരനായതുകൊണ്ടും പുറകിലായതുകൊണ്ടും പേര് വിട്ടുപോയി, CM വിൻസെന്റ് MLA, മറ്റ് UDF ജില്ലാ ചെയർമാൻമാരെ, കൺവീനർമാരെ, UDF നേതാക്കളെ, സഹപ്രവർത്തകരെ, ഈ പ്രതിഷേധ സംഗമം ഞങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിടെ പറഞ്ഞതുപോലെ കാഫർ സ്ക്രീൻഷോട്ടിലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റിന്റെ നടപടിക്കെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് പ്രഖ്യാപിച്ചത്. ഒരുപാട് കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രതിഷേധമായി ഇത് മാറ്റി തന്നതിന് മാർക്സിസ്റ്റ് നേതാക്കളോടും ഭരണകക്ഷി MLA-യോടുമുള്ള നന്ദി ഞാൻ ആദ്യം പ്രകടിപ്പിക്കുക. ഇവിടെ പറഞ്ഞല്ലോ കുറ്റവാളികളുടെ ലിസ്റ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വേട്ടക്കാരെ മാത്രമല്ല സംരക്ഷിക്കുന്നത്, കാഫർ സ്ക്രീൻഷോട്ടിലെ യഥാർത്ഥ സൃഷ്ടാക്കളെയും പ്രചാരകരുമായ ആളുകളെ മാത്രമല്ല ഇവർ സംരക്ഷിക്കുന്നത്. ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുന്ന ഒരു ക്രിമിനൽ സംരക്ഷണ സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുകയാണ്. വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവം ഇതുവരെ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. എന്താ കാരണം? ഈ കാഫർ സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണം പോലീസ് ആദ്യം പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു ഡിവൈഎഫ്ഐക്കാരന്റെ പേര് സഹിതം റിപ്പോർട്ട് പുറത്തു വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇത് ഫോർവേഡ് ചെയ്തത് മുൻ MLA ശ്രീമതി KK ലതിക. അവര് കുറ്റം സമ്മതിച്ചു. അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട കാര്യമായിരുന്നു. നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ഉടനെ അദ്ദേഹം അത് ട്വിസ്റ്റ് ചെയ്തു. വാദിയെ പ്രതിയാക്കുന്ന പ്രചരണമാണ് പിന്നീട് നടന്നത്. പോലീസ് യഥാർത്ഥത്തിൽ KK ലതിക MLA ചോദ്യം ചെയ്തോ? അവരുടെ ഭർത്താവല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തമിഴ്നാടനായ നേതാവ് മോഹനൻ, അവരെ ചോദ്യം ചെയ്തോ? ഈ ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ദിവസങ്ങൾക്കുള്ളിൽ സ്ഥലം മാറ്റി പുതിയ ഉദ്യോഗസ്ഥന്മാർ വന്നു. പിന്നീടുള്ള പ്രചരണം UDF-കാരാണ്, നിരപരാധികളായ UDF-കാരാണ് ഈ വ്യാജ കാഫർ സ്ക്രീൻഷോട്ടിന്റെ നിർമ്മാതാക്കൾ എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചരണം നടത്തി. പ്രതിപക്ഷ നേതാവിവിടെ പറഞ്ഞു, വാസ്തവത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മതേതരത്വത്തിന്റെ മേലങ്കി അണിഞ്ഞ് പുരോഗമനത്തിന്റെ പുറംകട്ടയിട്ട്
തീർമാനം പ്രസംഗിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ അന്തർധാര നമ്മളെല്ലാം കണ്ടതാണ്. അതിപ്പോ മറനീക്കി ഓരോ ദിവസം കഴിയുന്നതോറും അതിന്റെ തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തൃശൂർ പൂരം കലക്കിയത് എന്തിനാണ്, ആരാണ്? അതുപോലെ വടകരയിൽ ഷാഫി പറമ്പിലെ ജനങ്ങൾ ഹർഷാരവത്തോടുകൂടി ഷാഫി പറമ്പിന്റെ പിന്നിൽ അണിനിരുന്നപ്പോൾ ഷാഫി പറമ്പിനെ തോൽപ്പിക്കാനുള്ള എല്ലാ പ്രചരണങ്ങളും അവസാനം വരെ നടത്തിയിട്ട് പ്രയോജനപ്പെടാതെ വന്നപ്പോഴാണ് ഈ കാവൽ സ്ക്രീൻഷോട്ടുമായി സൈബർ സഖാക്കൾ രംഗത്തിറങ്ങിയത്. സൈബർ പോരാളികൾ സൈബർ സഖാക്കൾ നടത്തി. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം സുനിശ്ചിതമായ നമ്മുടെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇങ്ങനെ ഒരു തന്ത്രം സ്വീകരിക്കുന്നത്, ഒരു സീറ്റിന് വേണ്ടി കുറെ വോട്ടിന് വേണ്ടി ആദർശം അടിയറ വെക്കും ഇല്ലേ? നമ്മുടെ ചരിത്രത്തിൽ 30 വെള്ളിക്കാശിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത ജൂദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ CPM-ലെ ജൂദാസ് അവർക്കെതിരെ തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞില്ലേ? അവർക്കെതിരെ നടപടിയെടുക്കാൻ, തെറ്റ് തുറന്ന് സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ ക്ഷമാപണം നടത്താൻ തയ്യാറാകേണ്ട പാർട്ടി, ആ മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയും അതിന് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. ഗോവിന്ദ മാസ്റ്റർ പെട്ടെന്ന് ഈ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ഒരു ടെസ്റ്റ് നടത്തി. പക്ഷെ ഞങ്ങൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാനല്ല തീരുമാനിച്ചത്. UDF-ന്റെ യോഗം ചേർന്ന് ഞങ്ങളെടുത്ത തീരുമാനം ഈ വ്യാജ കാർബൺ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ നിർമ്മാതാക്കളെയും അതിന്റെ കുറ്റവാളികളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുന്നത് വരെ UDF-ന്റെ പ്രതിഷേധം തുടരും. ആ പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങളുടെ ഈ ജനകീയ പ്രക്ഷോഭം തുടരും എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇത് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കാർബൺ സ്ക്രീൻഷോട്ടിന്റെ പ്രശ്നം അവസാനിച്ചു എന്ന് ധരിച്ച് മാർക്സിസ്റ്റുകാർ സമാധാനിക്കണ്ട. UDF അവസാനിപ്പിക്കാൻ തയ്യാറില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ശ്രീ പാറയ്ക്കൽ അബ്ദുള്ളയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ ശ്രീ കാസിമും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ വടകര നിയോജകമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. BJP നടത്തിയതിനേക്കാൾ വിഷലിപ്തമായ വർഗീയ പ്രചരണം നടത്തിയാണ്. എന്നിട്ടും അവിടെ തോറ്റിട്ടും ഒരു പാഠവും പഠിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു എന്നാൽ ഞങ്ങൾ തെറ്റ് തിരുത്തും. എവിടെ തെറ്റ് തിരുത്തി? തെറ്റുകൾക്ക് മേലെ തെറ്റുകൾ ചെയ്തുകൊണ്ട് കുറ്റവാളികളെ രക്ഷിക്കുന്ന ഇവരുടെ തനിനിറ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയും നിയമത്തിന്റെ മുമ്പിൽ ഈ കാർബൺ സ്ക്രീൻഷോട്ടിന്റെ കുറ്റവാളികളെ കൊണ്ടുവരുന്നത് വരെ UDF അടങ്ങിയിരിക്കുകയില്ല. പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും UDF പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. കേരള കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായി ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച അടുത്ത ദിവസം അന്നാണ് ഞങ്ങൾ UDF-ന്റെ യോഗം എറണാകുളത്ത് കളമശ്ശേരിയിൽ കൂടിയത്. ഞങ്ങൾ ആവശ്യപ്പെട്ടു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ ആവശ്യപ്പെട്ടു യോഗം എന്താണ്, ഒരു വനിതാ IPS ഓഫീസറുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഒരു അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിൽ പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളാണ്, നടന്ന നടപടി സ്വീകരിക്കാൻ കേസെടുക്കാൻ നിയോഗിക്കണം. ദിവസങ്ങളോളം കാത്തിരുന്നു. 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് വെച്ച് കൂട്ടി. UDF ആരോപിച്ചതെന്താ, ഇതിലെ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് 4.5 കൊല്ലക്കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചത് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മാധ്യമക്കാർക്ക് പോലും സംശയമായിരുന്നു. ഞങ്ങൾ രാഷ്ട്രീയമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് വന്ന ദിവസങ്ങളിലെ സംഭവങ്ങൾ ഓരോ വേട്ടക്കാരായി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. എന്നോടൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് കാടടച്ച് വെടിവെച്ചതല്ലേ? ഞാൻ പറഞ്ഞു അല്ല. 2 ദിവസം കഴിഞ്ഞപ്പോ ആ കാട്ടിനകത്ത് ചെന്നായ്ക്കളായ ഉന്നം വെച്ച് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വെടിവെച്ചത്. ആ വെടി ചെന്നായ്ക്കളുടെ പുറത്ത് വിട്ടു. അതല്ലേ പിറ്റേ ദിവസം പുറത്തു വരുന്നു ആരാ? ഫിലിം അക്കാദമിയുടെ ചെയർമാൻ സഖാവ് രഞ്ജിത്ത്. കുറെ കഴിയുമ്പോ പുറത്തു വരുന്നു ഈ
പ്രശസ്ത നടൻ MLA മുകേഷിനെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടപ്പോൾ ഒരു CPI പ്രവർത്തകൻ എന്നോട് തമാശന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തു. കാരണം മുകേഷ് CPI അനുഭാവിയായിരുന്നു, പ്രവർത്തകനായിരുന്നു. ഈ ചേര മൂർഖനായ അവസ്ഥയാണ് ഈ നമ്മുടെ മുകേഷ്, CPI-കാരനായ മുകേഷ് ഇപ്പൊ മാർസിസ്റ്റായപ്പോ എന്നൊരാൾ പറഞ്ഞു. ശരിയല്ലേ? ചേര കടിച്ചാലും അത്താഴം മുടങ്ങുമെങ്കിലും വിഷമുള്ളത് മൂർഖനല്ലേ? ഈ മുകേഷിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നപ്പോ ഇതുപോലുള്ള ഓരോരുത്തരുടെയും പേര് പുറത്തു വന്നു. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പൊ എന്തിനാണ് ഈ റിപ്പോർട്ട് 4 കൊല്ലം പൂഴ്ത്തിവെച്ചത് ഇപ്പൊ മനസ്സിലായില്ലേ? പ്രതിപക്ഷവും UDF-ഉം ആവശ്യപ്പെട്ടത് വനിതാ IPS ഓഫീസറുടെ നേതൃത്വത്തിലൊരു പ്രത്യേക സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കണം. ആ ടീം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് പുരുഷന്മാരെ ഉൾപ്പെടുത്തി. അതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, ഈ വനിതാ നടിമാരോട് മൊഴിയെടുക്കാൻ, അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകിക്കൊണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കണമെന്ന് പറഞ്ഞു. ആ ഓർഡർ തന്നെ വളരെ അവ്യക്തമായിട്ടുള്ളതായി. പോലീസ് ആക്ട് അനുസരിച്ചല്ല. ആഭ്യന്തര മന്ത്രിമാരായിരുന്ന 2 ആളുകൾ അവിടെ ഇരിക്കുന്നു, രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. പോലീസ് ആക്ട് അനുസരിച്ച് വേണ്ടേ ഒരു പ്രത്യേക സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ? വെറും ഒരു ഉത്തരവിറക്കി. പോലീസ് ആക്ട് അനുസരിച്ചല്ലെങ്കിൽ ആ സ്പെഷ്യൽ ടീമിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നൊരു വിമർശനമുണ്ട്. പിന്നീട് അത് ഇതുവരെ മാറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഈ അന്വേഷണവും പ്രഹസനമാക്കാൻ ശ്രമിക്കുന്നതിന് കാരണം സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ടാണ്. ഈ അന്വേഷണത്തിന് റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ആരോപണം ഉയർന്നു വന്നു നമ്മുടെ ഫിലിം അക്കാദമിയുടെ ചെയർമാനെതിരായി. ഫിലിം അക്കാദമി ചെയർമാൻ മറുപടി പറയുന്നതിന് മുമ്പ് നമ്മുടെ സാംസ്കാരിക മന്ത്രി മറുപടി പറഞ്ഞു. ചെറിയാച്ചന്റെ മറുപടി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ആരെയൊക്കെ രക്ഷിക്കാനാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹം ഈ സാംസ്കാരിക മന്ത്രിയെ പുറത്താക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന് കാരണമല്ല, ഇദ്ദേഹത്തിന്റെ കയ്യിൽ കേരളത്തിന്റെ സംസ്കാരം ഇരുന്ന് ഞെരിമീരി കൊള്ളുകയാണ്. അതിന്റെ കഴുത്ത് ജയിച്ച അദ്ദേഹം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് TV തോമസ് നിയമസഭയിൽ ഒരു മാർക്സിസ്റ്റുകാരുടെ മുമ്പിൽ ഒരുപാട് ഉപദേശം കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പന്നിയുടെ മുമ്പിൽ പവിഴം വിതറിയിട്ട് എന്ത് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചു. എനിക്കത് ഓർമ്മ വന്നു. കാരണം ഈ നമ്മുടെ സജീഷ് ചെറിയാന് സാംസ്കാരിക വകുപ്പ് മുഖ്യമന്ത്രി കൊടുത്തത് പന്നിക്ക് പവിഴം കൊടുത്തത് പോലെയാണ്. ഇത് ഈ പന്നിക്കറിയാമോ പവിഴമാണോ ഇത് വൈഡൂര്യമാണോ ഇതുമെല്ലാം അറിയാം. അതുകൊണ്ട് ദയവായി ആ മന്ത്രി രാജിവെക്കണം. ആ മന്ത്രിയിൽ നിന്ന് സാംസ്കാരിക വകുപ്പ് എടുത്തു മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു. ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തുള്ള അവ്യക്തതകൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ എല്ലാവരെയും സിനിമാ രംഗത്തുള്ള വളരെ നല്ല ഇമേജുള്ള, വളരെ നല്ല വ്യക്തിശുദ്ധിയുള്ള ഒരുപാട് സിനിമാ താരങ്ങൾ, അവരെ പോലും സംശയത്തിന്റെ നിലവിൽ നിർത്തിക്കൊണ്ട് ഇന്ന് ഈ സിനിമാ വ്യവസായത്തെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് ഈ പ്രതിസന്ധി കൊണ്ടെത്തിച്ചതിന് മുഖ്യ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ്, മുഖ്യമന്ത്രിക്കാണ്, സാംസ്കാരിക മന്ത്രിക്കാണ്. ഇവരെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ വേട്ടക്കാരെ കൊണ്ടുവരാൻ ഉള്ള പോരാട്ടത്തിൽ നമ്മുടെ സിനിമാ രംഗത്തുള്ള വളരെ ശക്തമായ പോരാട്ടം നടത്തുന്ന വനിതാ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള അവരോടൊപ്പം അവരുടെ മുന്നിൽ UDF ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിഷേധ സംഗമമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസമുണ്ടായ വെളിപ്പെടുത്തൽ പറഞ്ഞു, DGP ADGP അജിത് കുമാർ ഇപ്പോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ ഭാഗത്താണിപ്പോ AR അജിത് കുമാർ. അദ്ദേഹത്തിന്റെ ഈ ക്രൂര കൃത്യങ്ങളെ കുറിച്ച് DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. DGPക്ക് അവിടെ വല്ല വിലയുണ്ടോ? മുഖ്യമന്ത്രി മുഴുവൻ അധികാരവും നൽകിയിരിക്കുന്നത്
ഈ ADGPക്കാണ് ശശിയിലൂടെ. അപ്പോ ഒരു സൂപ്പർ ആഭ്യന്തരമന്ത്രിയായ ശശി, സൂപ്പർ DGP ആയ അജിത് കുമാർ, ഇവരെല്ലാം കൂടി അവരുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്ന് ധരിക്കാനുള്ള മൗഢ്യമൊന്നും ഞങ്ങൾക്കില്ല. അൻവർ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. പിതാവിനെ പോലെ അദ്ദേഹം പിണറായിയെ സ്നേഹിക്കുന്നത് കൊണ്ട് പിണറായിയെ രക്ഷിക്കാനാണ് അദ്ദേഹം ഇറങ്ങിയത്. ഈ അൻവർ ഇതൊക്കെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നുള്ളത് 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അൻവർ തന്നെ ഒരു കുറ്റവാളിയാണ്, നിയമലംഘകനാണ്. അൻവറെ ഈ പോലീസിനെ ഉപയോഗിച്ച് ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടത്തിയതിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എന്നാലും കുറ്റവാളിയാണെങ്കിലും ഇതുപോലുള്ള ഒരു ഈ അടുക്കള അരമന രഹസ്യം പുറത്തു കൊണ്ടുവന്ന അൻവറിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്, നന്ദിയില്ലാതിരിക്കാൻ പാടില്ല. പക്ഷെ ഇതിന്റെ പേരിൽ നാളെ DGPയെ മാറ്റിയാൽ മാത്രം ADGPയെ മാറ്റിയാൽ പ്രശ്നം അവസാനിക്കുമോ? മുൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റിയാൽ പ്രശ്നം അവസാനിപ്പിക്കുമോ? ഈ ക്രിമിനലുകൾക്കെല്ലാം സംരക്ഷണം കൊടുക്കുന്ന സർക്കാർ നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്രമം, കൊലപാതകം, എല്ലാ തരത്തിലുള്ള അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ആളുകൾ അണിനിരത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ക്രിമിനലുകളുടെ പാർട്ടിയാണ്. ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് ക്രിമിനലുകളെ രക്ഷിക്കുന്ന മുഖ്യമന്ത്രിയും പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ഈ സർക്കാർ പിടിച്ചിരിക്കുക. ഇതിനൊക്കെ എതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം UDF വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ പ്രഖ്യാപിച്ചു. ആ പോരാട്ടത്തിൽ പങ്കാളികളാകാൻ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഞാനെന്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തതായി ഈ പ്രതിഷേധ സംഗമത്തെ അഭിസംബോധന ചെയ്യാൻ പ്രതിപക്ഷ ഉപനേതാവ് CPK കുഞ്ഞാലിക്കുട്ടിയെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയങ്കരായ ഇന്നത്തെ നമ്മുടെ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുന്ന സമ്പന്നതരായ നേതാക്കള്, ജനപ്രതിനിധികള്, നമ്മുടെ പ്രവർത്തകന്മാരും ഭാരവാഹികള്, ഇവിടെ ഇന്നത്തെ സംഗമത്തിന്റെ ആവശ്യകത ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും വിശദമായി പ്രതിപാദിച്ച് കഴിഞ്ഞു. നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രതിഷേധ സംഗമമാണെങ്കിലും ശരി, കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ വീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇതിന്റെ അടിത്തറ. എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും സംസാരിക്കാനുള്ളത് കൊണ്ട് പ്രതിപക്ഷ നേതാവും അധ്യക്ഷനും പറഞ്ഞ വിഷയങ്ങളിലേക്ക് വീണ്ടും ആവർത്തനത്തിന് ഞാൻ മുതിരുന്നില്ല. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഇവിടെ ഒരു ശക്തി പ്രകടനമൊന്നുമല്ല UDFന്റെ. ശക്തി പ്രകടനം നടത്തേണ്ട ആവശ്യം UDFനില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വേണ്ട പോലെ ശക്തി കാണിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ശക്തി പ്രകടനത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷേ പ്രതിഷേധം അത് ഭംഗിയായി കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊണ്ട ഒരു വിഷയം, അത് വീണ്ടും വളരെ നിർവൃതിയോടുകൂടി ഞങ്ങൾ കൈവരിച്ച ആ ശക്തി, ഞങ്ങൾ കാണിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഷാഫിയൊക്കെ ഇരിക്കുന്നു, ഞങ്ങൾ കാണിച്ച ആ ശക്തി ഇവിടെ എന്തിന് വേണ്ടിയാണ്, എങ്ങനെയാണ് ഞങ്ങൾ ആ പ്രചരണം നടത്തിയത്, എന്തുകൊണ്ടാണ് അത് നടത്തിയത് എന്നൊക്കെ ബഹുജന സമക്ഷം അവരുടെ സ്മൃതിപഥത്തിൽ വിസ്മയിക്കാതെ സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. കാരണം ഉത്തരേന്ത്യയിലൊക്കെ BJP കാണിക്കുന്ന തന്ത്രമാണ് കാപ്പർ കാണിച്ചത് കേരളത്തില് പയറ്റാൻ നോക്കിയത്. അത് ഞങ്ങളോട് പറ്റൂല. ബാബരി മസ്ജിദ് തകർന്നിട്ട് പോലും ഇളകാത്ത മതേതരത്വമാണ് കേരളത്തിലുള്ളത്. ആ സാഹചര്യത്തിൽ പോലും മതേതരത്വം കൈവിട്ട ഒരു പ്രതികരണത്തിന് കേരളം തയ്യാറായിട്ടില്ല.
അവിടെ കൊണ്ടുവന്ന് ഇമാതിരി ഒരു പണി ഇപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ഇറക്കി വെച്ചാ മതി കാപ്പർ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അടുത്ത് പറ്റി. ഇതും പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഈ ഭൂതത്തെ സൃഷ്ടിച്ച് പുറത്തേക്ക് വിട്ടപ്പോ ഓർത്തില്ല ഞങ്ങളോടാണ് കളിക്കുന്നത് എന്നുള്ളത്. പാലം കുലുങ്ങിയാലും കേളം നോക്കില്ല എന്ന് പറഞ്ഞതുപോലെ ആ പ്രയോഗത്തിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുണ്ടോ കുലുക്കണോ, ഷാഫി ഇരിക്കണോ, പാറക്കടി ഇരിക്കണോ, കാസിം തന്നെ അവിടെ ഇരിക്കണോ, ഞങ്ങൾ ഇവരുടെ ഈ ആദി അടവ് കണ്ട് കുലുക്കുന്നവര് വല്ലതുമാണോ? ഞങ്ങൾ അങ്ങ് വോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. മാത്രമല്ല അവിടെ ഉണ്ടായത് മുഴുവൻ ജാതി മത ഭേദമില്ലാതെ ജനങ്ങൾ നേരം പുലരുന്നവരെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഉറക്കം വിളിച്ച് കാത്തിരിക്കുന്നതാണ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നുമില്ലാതെ, ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും അണിനിരന്നു. എന്താ കാരണം? ഈ കാഫർ വിവാദം കൊണ്ടുവന്ന് കേരളത്തെ കത്തിക്കാൻ നോക്കുകയാണ്. ഞാൻ അതാ പറഞ്ഞ ഉത്തരേന്ത്യയില് BJP പയറ്റുന്ന തന്ത്രം ഇത് തന്നെയല്ലേ? അതേ തന്ത്രം ആളുകളെ സാമുദായിക ചേരിതിരിവ് ഉണ്ടാക്കാൻ നോക്കി വോട്ടിന് വേണ്ടി ഇത്ര മോശമായാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരമായി അത് ക്യാമ്പയിൻ ചെയ്യുന്നത്. നിരന്തരം ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുനീർ ഇവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ ആ ക്യാമ്പയിൻ ഏറ്റെടുത്ത് നടത്തുകയാണ്. കാരണം എന്താ? ഇത് മതേതരത്തെ ടെസ്റ്റ് ചെയ്ത സംഭവമാണ്. ഇതിന്റെ പേരിൽ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടായിക്കൊള്ളും എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. കാരണം ഇത് കേരളമാണ്. കേരളത്തിൽ ഇത് പറ്റൂല. ഇത് കേരള. അതേപോലെ തന്നെ ആണ് നമുക്കറിയാം. ഇപ്പൊ രണ്ടാമത്തെ കാര്യം, സിനിമാ രംഗത്തുള്ള ആളുകളൊക്കെ വിചാരിച്ചത് അവരൊക്കെ എല്ലാവിധ വിമർശനങ്ങൾക്കും അതീതരാണ് എന്നാണ്. രാഷ്ട്രീയക്കാരെ കിട്ട് പൊരിക്കണേ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളൊക്കെ എല്ലാവരും നല്ല കുട്ടികളായി ഇങ്ങനെ നടക്കുന്നു. എന്നിട്ട് നമുക്ക് ആരും നല്ല കുട്ടികളായി നടക്കണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ, തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ ഇപ്പോ നമ്മുടെ തൃശ്ശൂരൊക്കെ കണ്ടതുപോലെ മറ്റു സ്ഥലത്തും കണ്ടതുപോലെ ഓരോരുത്തർ വന്ന് നിൽക്കും. നിന്നിട്ട് വളരെ കാലമായി യാതനയും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ച് നടക്കുന്ന പാവപ്പെട്ട അടിയും തൊഴിയും ഇടിയും കൊണ്ട രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ പരമശുദ്ധന്മാരും യാതൊരു കുഴപ്പമില്ലാത്തവരുമായി ഇവരെ അവതരിപ്പിക്കും. അതിനൊക്കെ ഒരു ഭേദം കിട്ടിയാലോ? ഇത് ആരും നിയമത്തിന് അതീതല്ല. എല്ലാവരുടെ കാര്യം ഒക്കെ ഇപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ബഹുജന സമക്ഷം വന്നത് ചർച്ച ചെയ്യാം. എന്നിട്ട് ഈ ഗവൺമെന്റ് അതിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് പരിഹാസ്യമാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലായി എല്ലാവരും സംസാരിക്കാറുള്ളതുകൊണ്ട് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് നമുക്കറിയാലോ, ഈ കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇപ്പോ വെളിപ്പെട്ട് വന്നിരിക്കുന്ന അവസാനത്തെ കാര്യം, അൻവർ പറഞ്ഞ കാര്യം. അതിന് അൻവർ പറഞ്ഞാണ് ഏറ്റവും നല്ല വിശ്വാസം. പള്ളിന്റെ അകത്ത് കുളം ഉണ്ടാവുന്ന ആരെങ്കിലും വിചാരിച്ചോളില്ല. അതൊരു നല്ല പ്രയോഗം തന്നെയാണ് പറഞ്ഞതാരാണെങ്കിൽ. അമ്പലത്തിനകത്ത്, ക്ഷേത്രത്തിനകത്ത് പുറത്തു കുളമുണ്ടാവും, അതിന്റെ അകത്ത് നടന്നു പോകുമ്പോ അതിനകത്ത് ചാടുന്ന ആരെങ്കിലും വിചാരിക്കും എന്ന് പറഞ്ഞവരുടെ അകത്തുള്ളവരെ ഇങ്ങനെ ചെയ്താൽ കഴിയും. മലപ്പുറത്തുണ്ടായിരുന്ന SP കുറിച്ച് ഞങ്ങൾ രൂക്ഷമായ പ്രക്ഷോഭം നടത്തിയതാണ്. ഞങ്ങളെന്ന് പറഞ്ഞ ആരോപണമാണിത്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കടത്ത് പിടിക്കുകയാണ്, അതുപോലെ കേസ് പിടിക്കുകയാണ്, അതേപോലെ തന്നെ അനവധി കേസുകൾ പിടിച്ച് മലപ്പുറം ജില്ല ഈ എന്താ പറയാ കേരളത്തിൽ തന്നെയുള്ള ക്രൈം ഡിസ്ട്രിക്റ്റാണ് എന്നൊക്കെ അവിടെ വന്നുപോയ ഓഫീസർമാരൊക്കെ ജാതിമത ഭേദമന്യേ എല്ലാ ഉയർന്ന ഓഫീസർമാരും, അതിൽ പലരും ഇവിടെ സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിമാരും ഒക്കെ ഇരിക്കുന്ന ആളുകളാണ്. അവരൊക്കെ ആ ജില്ലയെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഒരു സംഭവം പോലും സാമുദായിക ശ്രദ്ധ ഒരു കാലത്തും ഉണ്ടാവാതിരുന്ന ശിഹാബ് തങ്ങളൊക്കെ അയോധ്യ സംഭവത്തിന്റെ കാലത്ത് പോലും എടുത്ത നിലപാടിന് മാതൃകയായി എപ്പോഴും പറയുന്നതാണ്. അവിടെ വന്ന് അവിടെ ക്രൈമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളെ ഞങ്ങൾ രൂക്ഷമായ പ്രക്ഷോഭം നടത്തി.
വളരെ കർക്കശമായി പറഞ്ഞു. അപ്പോ ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ പള്ളിന്റെ അകത്താണ് കുളം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. അവിടെ അങ്ങോട്ട് ഞാൻ വിശദീകരിക്കാൻ മുതിരുന്നില്ല. കാരണം ഇവിടെ ഇപ്പോ ഈ നെക്സസ്, കുറ്റവാളികളുടെ ഈ നെക്സസ്, ഞങ്ങളൊക്കെ ഭരണത്തിലിരുന്ന സമയത്ത് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഉമ്മൻചാണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ മുമ്പുള്ള മുഖ്യമന്ത്രിമാര് ഭരിച്ച സമയത്തുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് അതിന്റെ പേരിൽ. പക്ഷെ ഇപ്പോ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്ത അവർക്ക് തന്നെ വിനയായി. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ അന്തരീക്ഷം തന്നെ മലീമസ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ടുള്ള ജനകീയ വിധി ഒരുക്കണ്ടായതാണ്. ഇനിയുണ്ടാവും. വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, പാലക്കാട് നടക്കാൻ പോകുന്നു, ചേലക്കര നടക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാണാം. ജനങ്ങൾക്ക് പറയാൻ അവസരം കിട്ടിയാൽ അവർ പറയല്ല, ചെയ്ത് കാണിക്കും എന്നുള്ള കാര്യത്തിൽ, വീണ്ടും ചെയ്ത് കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വെച്ച കാര്യങ്ങൾ അത് ലൈവായി കേരളത്തിൽ നിൽക്കേണ്ട കാര്യങ്ങളാണ്. മതേതരത്വം ഒരു കാലത്തും പരീക്ഷിക്കപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ നിയമം എല്ലാവർക്കും, സിനിമയായാലും ആർക്കായാലും ഒരുപോലെ ബാധകമാണ്. അതേപോലെ തന്നെ അധികാരസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസായാലും പോലീസായാലും അതിന്റെ താഴോട്ടായാലും മേലോട്ടായാലും ഒക്കെ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണം. അതൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതിഷേധ സംഗമമാണ് ഇവിടെ. ഞാൻ അതിന് മാത്രം ഇവിടെ പ്രതിപക്ഷ നേതാവും ഹസനൊക്കെ പറഞ്ഞ് അടിവരയിട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി.